ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് കപ്പപ്പുട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ പുട്ടുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ തന്നെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കപ്പ ഫുള്ളായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാ കപ്പയും ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിലുള്ള ആ ഒരു വെള്ളമൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് ഇറങ്ങി വരും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയണം. അതിലുള്ള വെള്ളം ഫുള്ളായിട്ടൊന്ന് പിഴിഞ്ഞ് കളയുക. നല്ലപോലെ തന്നെ പ്രസ് ചെയ്തിട്ട് പിഴിഞ്ഞ് കളയുക. അങ്ങനെ കപ്പൊക്കെ ഫുള്ളായിട്ട് നമ്മളൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. പുട്ടുപൊടിക്ക് പകരം നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുട്ട് നല്ലൊരു സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പുട്ട് നല്ല ഡബ്ബർ പോലെ ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ ആ പൊടിയൊക്കെ ഇവിടെ നല്ലപോലെ തന്നെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ അത്യാവശ്യം നനവും ഉണ്ട്. നമ്മൾക്കത് പൊടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകുന്നുണ്ട്. ഇനി നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് പുട്ടും കുറ്റിയിൽ തേങ്ങ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ തേങ്ങയും പൊടിയൊക്കെ ഇട്ടിട്ട് കുറ്റിയിൽ ഇതുപോലെ ഒന്ന് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മളെ അടിപൊളി കപ്പപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി പുട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.